പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം: BN ഭട്നഗർ, ഡോക്ടർ രാജാ രാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ, BP മേനോൻ, ഫസൽ അലി, KM പണിക്കർ, ഗുൽസാരി ലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം: ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവം. അടുത്ത ചോദ്യം: പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തീസ്റ്റ ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പെൻഗംഗ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ധാതു ഇന്ധനങ്ങൾ. അടുത്ത ചോദ്യം: 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യകേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, തൃശൂർ. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, കോണ്ടൂർ രേഖകൾ. അലഹബാദ് ഹാൽദിയ, സാദിയ ധൂബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനട പുതുച്ചേരി ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, അലഹബാദ് ഹാൽഡിയ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം, അതായത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, UN രക്ഷാസമിതി. നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ് മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിളകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം, അതായത് നെല്ല്, കരിമ്പ്. സിയാൽ, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4ാമത്തത്. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് വ്യത്യസ്തമായത്. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനു വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 3, അതായത് പുന്നപ്ര വയലാർ കലാപമാണ് പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനു വേണ്ടി നടത്തിയ സമരം. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, കരിമ്പ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഒഡീഷ സുന്ദർഗഡ്, കർണാടകം നീലഗിരി, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഘം മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം, കർണാടകം നീലഗിരി അതാണ് തെറ്റായിട്ടുള്ള ജോഡി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, പെട്രോളിയം. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം എന്നിവ. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും.
ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. ഡോക്ടർ PM മുബാരക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം? ഉത്തരം ഓപ്ഷൻ ബി മൺട്രോ തുരുത്ത്, കൊല്ലം. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏതു ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഗവർണർക്ക്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി. UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട്? ഉത്തരം ഓപ്ഷൻ ബി 6ാമത്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. മൗലിക അവകാശങ്ങളുടെ ശില്പി? ഉത്തരം ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ പുറ്റടി, ഇടുക്കി. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഈയിടെ ആഘോഷിച്ച ജൂബിലി? ഉത്തരം ഓപ്ഷൻ സി രജത ജൂബിലി. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ അയോഡിൻ. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ സി 120/80 mm/Hg. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ജീവകം സി റൈബോഫ്ലാവിൻ. ജീവകം സി അസ്കോർബിക് ആസിഡ് ആണ്. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം ഇ ടോക്കോഫെറോൾ. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ഹൃദ്യം. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ. താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. അടുത്ത ചോദ്യം TPRന്റെ പൂർണ്ണരൂപം? ഉത്തരം ഓപ്ഷൻ ബി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അടുത്ത ചോദ്യം 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. എത്ര ന്യൂട്ടൺ ആണ്? ഉത്തരം ഓപ്ഷൻ സി 9.8 ന്യൂട്ടൺ. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏതു ബലമാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊഹീഷൻ ബലം. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മുത്തയ്യ വനിത. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ സി റോജർ പെൻറോസ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി
Al2O3 2H2O. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ഡി ബ്ലോക്ക്. അടുത്ത ചോദ്യം, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇമ്മാനുവൽ ഷാർപെൻറ്റിയറും ജെനിഫർ എ ഡൗഡ്നെയുമാണ്. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ CRISPR-Cas9. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി KM പണിക്കർ. സാരേ ജഹാംസെ അച്ഛ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ സി ജൂലൈ 5. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വി ശിനിലാൽ. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബാലൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹോക്കി. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ക്രിക്കറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ജിമെയിൽ. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി ബയോമെട്രിക് സെൻസർ. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ഡി വാൻ. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ആണ്? ഓപ്ഷൻ എ കൈറ്റ്. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ്? ഓപ്ഷൻ സി സെഹദ് OPD. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനകൾ സി ഡി ശരിയാണ്. അതായത് പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2019. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാവുന്നത്? ഉത്തരം ഓപ്ഷൻ എ വകുപ്പ് 279. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെഷൻസ് കോർട്ട്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ മാർച്ച് 15. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 24. അടുത്ത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി വിശ്വസ്തനാണ് ശരിയായ ഉത്തരം. കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ അടവി. ഡിക്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ? ഉത്തരം ഓപ്ഷൻ സി വിധി. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത്? ഓപ്ഷൻ എ കാർഷികം. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. നിരർത്ഥം. ഉത്തരം ഓപ്ഷൻ ഡി. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി കുട്ടികൾ. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക.
ഉത്തരം ഓപ്ഷൻ ബി മഹാൻ. വിപരീത പദം കണ്ടെത്തുക. ആരോഹണം. ഉത്തരം ഓപ്ഷൻ സി അവരോഹണം. ചേർത്തെഴുതുക. മഹത് അധികം ചരിതം. ഉത്തരം ഓപ്ഷൻ എ മഹച്ചരിതം. സമാന പദം കണ്ടെത്തുക. ധരണി. ഉത്തരം ഓപ്ഷൻ എ ഭൂമി. ഇത്രയാണ് ആ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന GK ക്വസ്റ്റ്യനും മലയാളം ക്വസ്റ്റ്യനും. താങ്ക് യു.